അവിടെ കെ അൽകുമാർ ഈ വെള്ളാപ്പള്ളി നടേശൻ പച്ചവർഗീയതയും പരമത ഉദ്ദേശമാണ് പറയുന്നതെന്ന് എല്ലാ നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായതാണ്. കേരളത്തിലെ ഒരു ജില്ലയിൽ ആർക്കാണ്ട് ശ്വാസം മുട്ടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്തെ ഒരു ജില്ലയിൽ അങ്ങനെ ശ്വാസം മുട്ടലില്ലെന്നും അങ്ങനെ പറയുന്നത് അസംബന്ധമാണെന്നും നേരത്തെ അന്ന് പിണറായി വിജയൻ പറഞ്ഞതുപോലെ കേരള തൊഗാരുടെ വർഗീയത വറക്കരുതെന്നും എന്നും പറയേണ്ട മുഖ്യമന്ത്രി തൊട്ടു പറ്റിയതാൾ അവിടെ പോയി വെള്ളാപ്പള്ളിയെ പൊന്നാടി അടിച്ച് ആദരിച്ചു. ഏതോ പരിപാടി അന്നാണ് ഈ കുമാരനാശൻ താരതമ്യമൊക്കെ ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി മാത്രമല്ല മന്ത്രിമാരടക്കം. പിന്നെയും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട് വന്നോണം ഈ മുസ്ലിം ക്രൈസ്തവ വിരുദ്ധ വിദ്വേഷ വർത്താനം തുടർന്നു. വെള്ളാപ്പള്ളി ജനത്തിനത് വെറുത്തു എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി പറഞ്ഞതും വെറുത്തു, വെള്ളാപ്പള്ളി കിട്ടുന്ന ആ തണലും വെറുത്തു. ജനം വോട്ട് ചെയ്തു. അത് ജനത്തിൻ്റെ തെറ്റിദ്ധാരണയല്ല, അത് CPM-ന് പറ്റിയ പിഴവാണ്. ശ്രീ കെ അനിൽകുമാർ, ഏതാണ് പിഴവ്? ഈ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാതിരുന്നത് ഇതുവരെ അല്ല. അതെ, ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള കാര്യം എന്താണ്? പി ജയരാജൻ പറഞ്ഞത് രണ്ട് വള്ളത്തിൽ കാലുവെക്കുന്ന കാര്യമല്ലേ. അപ്പം രമേശ് ചെന്നിത്തലയും ബിന്ദു കൃഷ്ണയും ലിജുവും പറയുന്നത് എന്താണ്? ഞങ്ങളുടെ വള്ളത്തിലും ആ കാലം ഉണ്ടായിരുന്നല്ലേ. നിങ്ങൾ ഈ വസ്തുതകളൊന്നും പുറത്തു വന്ന കണ്ടില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ വെള്ളാപ്പള്ളിയെ LDF-ൻ്റെ പ്രതീകമായി വലതുപക്ഷം ശക്തമായി അവതരിപ്പിച്ചു, മാധ്യമങ്ങൾ ശക്തമായി അവതരിപ്പിച്ചു. ആ ഘട്ടത്തിൽ ഞങ്ങൾ ഒരു തരത്തിലും ഇത്തരം വർഗീയ ശക്തികളോടൊപ്പം നിൽക്കുന്നവരല്ല എന്നതാണ് ഞങ്ങളുടെ ബോധ്യം. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അസ്വീകാര്യമായ പ്രസ്താവന തള്ളിക്കൊണ്ട് നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ അന്ന് പറഞ്ഞതിന് ആ ശക്തി പോരായിരുന്നു എന്നാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിയ സ്വവിമർശനം. അതിനർത്ഥം വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ് കേരളത്തിൽ ഈ വർഗീയതയുടെ ഈ പറയുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ ഇളക്കി വിട്ടത് എന്നാണോ? മതമാണ് പ്രശ്നം. 10 കൊല്ലം നഷ്ടപ്പെട്ടു പോയ അധികാരം പിടിച്ച് ഞങ്ങളുടെ സമുദായത്തിന് കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്കെന്തിനാ ഇറങ്ങണത്? ഇത് സ്വർഗത്തിലേക്കുള്ള നേരിട്ടുള്ള കോണിയാണെന്ന് ആരാ പ്രസംഗിച്ചത്? നിങ്ങളാരും കേട്ടിട്ടില്ലേ? ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ തെരഞ്ഞെടുപ്പിലൊരു ബന്ധമില്ലേ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്താ വർഗീയ പ്രസ്താവനയാണ് നടത്തിയത്? SIR നടപ്പാക്കുന്ന പിണറായി വിജയൻ മോദിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞവരല്ലേ ലീഗ്. അപ്പം ഏകപക്ഷീയമല്ല. അതിൻ്റെ ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയോട് ഞങ്ങൾ നടത്തേണ്ട പ്രതികരണം കുറെ കൂടെ കർശനമാകേണ്ടതായിരുന്നു എന്ന വിമർശനം ഞങ്ങൾക്കുള്ളൂ ഞങ്ങളെക്കുറിച്ച്. അതിനർത്ഥം ബാക്കിയുള്ളവരെല്ലാം നടത്തിയ നിറഞ്ഞാട്ടമുണ്ടല്ലോ, വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള 10 കൊല്ലത്തെ ശ്രമം, അത് തടഞ്ഞ ഒരു ഗവൺമെൻറ്റിൻ്റെ അഭിമാനം ഞങ്ങൾക്കുണ്ട്. ഇവിടെ നിന്ന് BJP-യുടെ നേതാവ് പറഞ്ഞല്ലോ, എന്താ ഞങ്ങൾക്ക് അധികാരഭ്രാന്തോ? അവരുടെ ഒരു മേജർ രവി എന്ന് പറഞ്ഞ ഒരാൾ മേജർ നുണ പറഞ്ഞല്ലോ ഇന്ന്. 560 പോലീസുകാരുടെ അകമ്പടിയോടുകൂടി 56 വണ്ടിയായിട്ട് ഇന്നസെൻ്റ് മരിച്ചെടുത്ത് ഓടി വരുന്നൊരു പിണറായി വിജയനെ കുറിച്ച്. ഇത്ര നാൾ ഹെലികോപ്റ്റർ പിണറായി വിജയൻ്റെ ക്ലിഫ് ഹൗസിൻ്റെ മുകളിൽ ലാൻഡ് ചെയ്യുമെന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ ഇപ്പം എന്താ പറയണത്? അത് പോലീസിൻ്റെതാണ്, ഞങ്ങളുടെ സതീശനത് വേണം. എന്തെല്ലാം നുണകളാണ്, അപവാദങ്ങളാണ് ഈ പിണറായി വിജയനെക്കുറിച്ചും ആ ഭരണകാലത്തെക്കുറിച്ചും നമ്മൾ കേട്ടത്. നമ്മൾ എന്തെല്ലാം കേട്ടു, ഇതെല്ലാം ആളുകൾക്ക് മനസ്സിലായിട്ടില്ലേ? അപ്പം ഞങ്ങളെക്കുറിച്ച് ഉണ്ടാക്കുന്ന ആഖ്യാനങ്ങൾ, നുണകൾ, ഈ നുണകളുടെയൊക്കെ മേലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പിഴവല്ല. കൂടെ പൊളിയും. സംശയം എന്താണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, 7 ലക്ഷം പേർക്ക് ഞങ്ങൾ പട്ടയം കൊടുത്തു. ആ പട്ടയത്തിലൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. എന്താ വ്യവസ്ഥ? ആ പട്ടയത്തിലെ വ്യവസ്ഥ എന്ന് പറയുന്നത് 9(2) എന്ന് പറഞ്ഞൊരു വകുപ്പ് പ്രകാരം ഉപാധികളുടെ പട്ടയമാണ്. VD സതീശൻ പറഞ്ഞു ഉപാധി മാറ്റി കൊടുക്കാം. 7 ലക്ഷം പേർക്ക് പട്ടയം കൊടുത്ത് ഞങ്ങൾക്ക് വോട്ടില്ല, ഉപാധി മാറ്റാവുന്നത് സതീശൻ വോട്ട്. ദീപിക മുഖപ്രസംഗം എഴുതിയ കണ്ടില്ലേ? തെറ്റിദ്ധരിക്കപ്പെട്ടില്ലയോ? 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കാവുന്ന വാക്ക് നൽകി ഞങ്ങളെ വഞ്ചിച്ചു സതീശൻ എന്ന് ദീപിക മുഖപ്രസംഗം എഴുതിയില്ലേ? വായിച്ചിട്ടില്ലേ? എന്തെല്ലാം കളവായിരുന്നു. എല്ലാവർക്കും KSRTC-യിൽ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ അവസ്ഥ? മലപ്പുറത്ത് ഒറ്റയാൾക്ക് പോകാൻ പറ്റില്ല, അവിടെ ഓർഡിനറി ഇല്ല. വടക്കേ മലബാറിൽ ഓർഡിനറി തീരെ ഇല്ല. എല്ലാവരും അമ്പലത്തിൽ പോകാൻ പോകുന്നത് ഇവരുടെ ബസ്സിലാണോ വനിതകളെല്ലാം പോകാൻ പോണത്? പിന്നെ എന്ത് ഗ്യാരണ്ടി ഇവർ നടപ്പാക്കാൻ പോണത്? അവരോട് കർശനമായി ചോദിക്കണം. ഞാൻ പറയുന്നത് ഈ പറയുന്ന ബസ്സിൽ ഈ പറയുന്ന അവരുടെ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയാൽ അവരോട് കർശനമായി ചോദിക്കണം. അതിൽ തർക്കമല്ല. പക്ഷേ
102 സീറ്റ് എന്ന് പറയുന്ന ആര് LDF അതിന് ചരിത്രത്തിൽ അവരെ നേരില്ലാത്ത അധികാരത്തിൽ കനത്ത മാറ്റാൻ പരാജയത്തിൽ അവരെ അധികാരത്തിൽ മൊത്തം മാറ്റാൻ കുറ്റം വകുപ്പുണ്ടോ? അല്ല എത്ര കുറ്റം വോട്ട് മുഴുവൻ കിട്ടി? അല്ല കേൾക്കാൻ അല്ല, കുറ്റം മുഴുവൻ അല്ല, ജനങ്ങളുടെ ഹാഷ്മിനോട് മണ്ടയിൽ ഒറ്റ വെക്കുക എന്ന് ചോദ്യം. പറഞ്ഞാൽ ഒറ്റ ചോദ്യം. നിങ്ങൾ ആ പരാജയത്തിൽ നിന്ന് ഒറ്റ പാഠം ചോദ്യം. ഉൾക്കൊള്ളുകയാണോ ഹാഷ്മി. പിന്നെയും ആ പരാജയ കുഴിയിൽ കിടന്ന് കൈകാലിട്ടടിക്കുകയാണോ ശ്രീ കേൾകുമാർ? ജനത്തെ പഴിക്കാവോ? ജനത്തെയാണോ പഴിക്കേണ്ടത്? അല്ലല്ല, അത് നിങ്ങൾ ഹാഷ്മിക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് 10 കൊല്ലം ഞങ്ങൾ അധികാരത്തിൽ ഇരുന്നത് 2 തവണ ജനങ്ങൾ ജയിപ്പിച്ചുകൊണ്ടാണ്. ആ ജനങ്ങളോട് വളരെ വിനീതമായി കേരളത്തിന് വേണ്ടി അന്തസ്സായി പണിയെടുത്തിട്ടുണ്ട്. 57 ഞങ്ങളെ കൊണ്ടുവന്നു, ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു, വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്നു, രാജ്യത്ത് ഏറ്റവും ഉയർന്ന കൂലി ഇപ്പോഴും കേരളത്തിൽ കിട്ടുന്നു. ഞങ്ങളുടെ കഴിവാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്നെ കൈകാലിട്ടടിക്കുന്നു. ആ പ്രയോഗമൊന്നും വേണ്ട, ഒരു കൈകാലിട്ടടിയിലില്ല. ഞങ്ങൾ തെരുവിൽ നിൽക്കുമ്പോഴാണ് ബലം കൂടുന്നത് കേട്ടോ. ഇപ്പം ഞങ്ങൾ തെരുവിലാണ്, ഞങ്ങൾ പ്രതിപക്ഷത്താണ്, ഞങ്ങൾക്ക് ഇച്ചിരി ബലം കൂടും. അതുകൊണ്ട് വല്ലാണ്ട് തലകുനിക്കത്തില്ല. അത് അഹങ്കാരം കൊണ്ടല്ല. ഭരണത്തിലാകുമ്പോൾ 2 പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളോടും ഞാനത് തെളിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ എന്തെല്ലാം നുണകൾ കേട്ടവരാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു മുഖ്യമന്ത്രി മന്ത്രിമാരോട് പോകുന്നു, ഒരു വണ്ടിക്കെതിരെ അവർ സഞ്ചരിച്ച വണ്ടിക്കെതിരെ ചെരുപ്പെറിഞ്ഞു. ആ ചെരുപ്പെറിഞ്ഞ് ന്യായമായ കാര്യമാണോ? ഏതെങ്കിലും ഒരു മാധ്യമം മുഖ്യമന്ത്രി മന്ത്രിമാർ സഞ്ചരിക്കുന്ന വണ്ടിക്കെതിരെ ചെരുപ്പെറിഞ്ഞതിന് മുഖപ്രസംഗം എഴുതിയോ? എങ്ങനെയാണ് ചെരുപ്പെറിയുന്നത് ഒരു വീഡിയോ കിട്ടിയത്? ഒരു സ്ത്രീ അവരുടെ അടിവസ്ത്രം, കറുത്ത അടിവസ്ത്രം ഊരി മുഖ്യമന്ത്രിയെ കാണിക്കുന്നു ആ യാത്ര പോകുന്ന ഘട്ടത്തിൽ. 2000 രൂപ പെൻഷൻ കൊടുത്ത 62 ലക്ഷം പേർക്ക് കൊടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഈ കറുത്ത അടിവസ്ത്രം ഊരി കാണിക്കുന്നത്. അത് മാധ്യമങ്ങൾ പ്രദർശിപ്പിക്കുന്നു. ഇത് നിർമ്മിക്കപ്പെട്ടതാണ് ഈ ജനവിധി. ഞങ്ങൾക്കെതിരായി ഉണ്ടാക്കിയ വെറുപ്പ് നിർമ്മിക്കപ്പെട്ടതാണ്. ആ നിർമ്മിക്കപ്പെട്ട വെറുപ്പ് ഇപ്പം മാറും. കാരണം ആളുകളുടെ ജീവിതാനുഭവം വന്നില്ലേ? ജീവിതാനുഭവം വരുമ്പോൾ വെറുപ്പ് മാറും. അതുകൊണ്ട് ഞങ്ങൾ കൈകാലിട്ടടിക്കുകയല്ല. 10 കൊല്ലം ഞങ്ങളെ ഏൽപ്പിച്ചു, ഞങ്ങൾ നന്നായി ഭരിച്ചു. ഇനി ഞങ്ങൾ പ്രതിപക്ഷത്താണ്. ഇവരെ പൊതുമേഖല വിൽക്കാൻ വരികയാണ്. നമുക്ക് കാണാം. കിബി ഇല്ലാതാക്കിയിട്ട് കേരളം എങ്ങനെ വികസിപ്പിക്കും നമുക്ക് കണ്ടേക്കാം. കേന്ദ്ര സർക്കാരിനെതിരെ മിണ്ടാതെ ഇവിടെ പറഞ്ഞല്ലോ. എന്താ ഞങ്ങളുടെ ജിൻഡോ ജോൺ, ആരാണ് മന്ത്രി? ജിൻഡോ അല്ലല്ലോ, മന്ത്രിയുടെ പേര് മറന്നു. മന്ത്രിയുടെ പേര് ഏതാ? റോജി എം ജോൺ. റോജി എം ജോൺ എന്താണ്? മഹാത്മാഗാന്ധി സർവകലാശാലയിൽ സെനറ്റിൽ യോഗം മാറ്റിവെപ്പിച്ചത് ഈ മന്ത്രിയല്ലേ? എന്തിനാണ് മാറ്റിവെപ്പിച്ചത്? സെനറ്റ് യോഗം ചേർന്ന് VC-യുടെ നോമിനിയെ തീരുമാനിക്കാതിരിക്കുമ്പോൾ യോഗം മാറ്റിവെപ്പിച്ചിട്ട് എന്താ ചെയ്തത്? ആ താൽക്കാലിക VC-യുടെ പേര് കൊടുത്തോ ഈ മനുഷ്യൻ? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഗവർണർക്ക് താൽക്കാലിക VC-യുടെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം എഴുതി കൊടുത്തോ? കോട്ടയത്ത് മഹാത്മാഗാന്ധിയുടെ പേരുള്ള സർവകലാശാലയിലെ 19 പേര് RSSകാരെ തിരികെ കയറ്റി സെനറ്റിൽ. എന്നിട്ട് പറയുകയാണ്, വെമൂലയുടെ പേര് പറയുകയാണ്. എന്ത് തൊലിക്കട്ടിയല്ലേ? ഇതെന്ത് തൊലിക്കട്ടിയാണ്? ഡോക്ടറേറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. കുറഞ്ഞ പക്ഷം RSSനെ എതിർക്കാനുള്ള തൻ്റെ ഇടം വേണം. ഈ 10 കൊല്ലവും ഈ സെനറ്റിനകത്ത് ഞങ്ങൾ RSSനെ കയറ്റിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.